കഴിഞ്ഞ ദിവസം നമ്മളിൽ പലരും തന്നെ കണ്ടൊരു ന്യൂസ് ആയിരിക്കും കോട്ടയത്ത് ഒരു ബാങ്കിന്റെ റിക്കവറി ഏജൻസ് ഒരു EMI മുടങ്ങി എന്ന് പറഞ്ഞ് ഒരു യുവാവിന്റെ കൈവിരൽ വെട്ടിയെന്ന ന്യൂസ്. പല ബാങ്കിന്റെയും ഗുണ്ടകളുടെ ഭീഷണി ഭയന്ന് ജീവിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. ഇതുപോലത്തെ പല ഇഷ്യൂസും കാരണം RBI ബാങ്ക്സിനും NBFCസിനുമുള്ള ഫെയർ പ്രാക്ടീസ് കോഡ് കുറച്ച് നാളുകൾക്ക് മുമ്പ് അമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട RBI സർക്കുലറിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പോയിന്റ്സിനെ കുറിച്ചിട്ടാണ്. ഒന്നാമത്തേത്, ഒരു റിക്കവറി ഏജന്റും ബോറോവറിനെ പബ്ലിക്കായി ഇൻസൾട്ട് ചെയ്യാനോ അവരുടെ നെയിമോ ഡീറ്റെയിൽസോ എവിടെയും പബ്ലിഷ് ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലുള്ളവരെയോ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ഈ ലോണിന്റെ പേരും പറഞ്ഞ് വിളിച്ച് ശല്യം ചെയ്യാനും പാടില്ല. രണ്ടാമത്തേത്, ഈ റിക്കവറി ഏജൻസിന് നിങ്ങളെ ഓടായിട്ടുള്ള ടൈമുകളിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളെ രാവിലെ 8 മണിക്ക് മുമ്പോ അതേപോലെ തന്നെ ഈവനിങ് 7-ന് ശേഷമോ വിളിക്കാൻ സാധിക്കില്ല എന്ന് ഈ സർക്കുലർ വ്യക്തമാക്കുന്നു. മൂന്നാമത്, ബാങ്കിന്റെ പാർട്ടായി വർക്ക് ചെയ്യുന്ന റിക്കവറി ഏജൻസിന്റെ ഡീറ്റെയിൽസ് അവരുടെ ബാങ്കിന്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇവർ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ബാങ്കിന്റെ സൈഡിൽ നിന്നുള്ള നോട്ടീസും ഓതറൈസേഷൻ ലെറ്ററും അതുപോലെ തന്നെ ID കാർഡും മാൻഡേറ്ററി ആണ്. നാലാമത്തേത്, നമ്മളുമായി സംസാരിക്കുന്ന ഓരോ കോൾസും റെക്കോർഡ് ചെയ്യാൻ ബാങ്ക് ബാധ്യസ്ഥരാണ്. മാന്യമായി അല്ലാതെ സംസാരിക്കുകയാണെങ്കിൽ അവർക്കെതിരെ നമുക്ക് കംപ്ലയിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സർക്കുലറിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. ഇൻ കേസ് നിങ്ങളും ഇതുപോലത്തെ ഇഷ്യൂ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് ബാങ്കിന്റെ റിട്രസൽ മെക്കാനിസം യൂസ് ചെയ്ത് റിക്കവറി ഏജൻസിനെതിരെ കംപ്ലയിന്റ് ചെയ്യുക. എന്നിട്ടും നിങ്ങൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് RBIയുടെ ഈ വെബ്സൈറ്റിൽ ബാങ്കിനെതിരെയും റിക്കവറി ഏജൻസിനെതിരെയും കംപ്ലയിന്റ് റേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായും ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ സിറ്റുവേഷനിൽ പെട്ടു നിൽക്കുന്നവർക്ക് അവരുടെ റൈറ്റ്സ് അറിയാൻ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവട്ടെ.